സ്പെയിനിൻ്റെ ദേശീയ വിനോദമാണ് കാളപ്പോര്. കൊറിദ ദെ ടോറോസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മാർച്ച് മുതൽ ഒക്ടോബർ വരെയാണ് കോറിദ സീസൺ. AD 711 അൽഫോൺസ് രാജാവിൻ്റെ കിരീടധാരണം ആഘോഷിക്കാനാണ് ആദ്യമായി ഒരു കാളപ്പോര് നടന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഓരോ വർഷവും 3 കോടി ആസ്വാദകർക്ക് മുമ്പിൽ ചത്തുവീഴുന്ന കാളകളുടെ എണ്ണം 24,000 മരണവുമായുള്ള ഒരു നൃത്തമാണ് കോറിദ. ആസ്വാദക ലക്ഷങ്ങൾക്ക് മുമ്പിൽ തൻ്റെ പ്രാഗൽഭ്യവും തന്ത്രവും കഴിവും കാട്ടി കയ്യടി നേടുന്ന ഒരു ആയോധന കലാകാരനാണ് പോരാളി. മത്സരത്തിനൊടുവിൽ കാള ചത്തു വീഴുന്ന കലയാണ് കോറിദ. പോരാളിക്ക് പരമ്പരാഗത രീതിയിലുള്ള സമ്മാനമായി കാളയുടെ കാതും വാലും സംഘാടകർ അറുത്തു നൽകും. ഒരു കൂട്ടം കാളകളെ അക്രമാസക്തമാക്കി തെരുവിലൂടെ ഓടിച്ച ശേഷം പൊതുജനം കൊന്നു രസിക്കുന്ന രീതിയും നിലവിലുണ്ട്. സ്റ്റേഡിയത്തിൽ നടക്കുന്ന കോറിദകളിൽ ആദ്യം 2 സഹപോരാളികൾ കാളയെ മുറിവേൽപ്പിച്ച് ശൗര്യം കൂട്ടും. പിന്നീട് അംഗവസ്ത്രങ്ങളും ആയുധങ്ങളുമായി യഥാർത്ഥ കാളപ്പോരുകാരനെത്തുന്നു. മറ്റദോർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. മറ്റദോർ പലവിധ അഭ്യാസങ്ങൾക്കു ശേഷം കാളയെ കൊന്ന് വിജയഭേരി മുഴക്കുന്നു. കാളയെ കുന്തം കൊണ്ട് കുത്തി ചോരയിറ്റിച്ച് കൊല്ലുന്നത് കണ്ട് രസിക്കാൻ കാടന്മാർക്ക് മാത്രമേ സാധിക്കൂവെന്നും ഇത് പ്രാകൃത വിനോദമാണ്, ഇത് അവസാനിപ്പിക്കണമെന്നും ആഗോള ജന്തുസ്നേഹികൾ വാദിക്കുമ്പോൾ സ്പാനിഷ് സ്വത്വത്തെയും ചരിത്രത്തെയും അവഗണിക്കാനാവില്ലെന്ന് പോർ സ്നേഹികൾ തർക്കിക്കുന്നു. അവസാന ദിവസം കുത്തുകൊണ്ട് ചാകാൻ വിധിയുണ്ടെങ്കിലും അതുവരെ രാജാക്കന്മാരെക്കാളും പ്രതാപത്തോടെയാണ് പോരുകാളകൾ കഴിയുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. കോറിദ സ്പെയിനിൻ്റെ സംസ്കാരമാണെങ്കിലും എല്ലാ സ്പെയിൻകാരും ഇതിൻ്റെ ആസ്വാദകരാണ് എന്നർത്ഥമില്ല.